മഹാലക്ഷ്മി സീരിയലിൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് ഡോക്ടറുടെ വീട്ടിലെ രണ്ടാം ഘട്ട ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കണ്ണൻ്റെ വലത് കാലിന് പൂർണ്ണമായിട്ടും ചലനശേഷി തിരിച്ചു വന്നിരിക്കുകയാണ്. സ്പർശനവും കണ്ണന് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. കണ്ണൻ ചികിത്സയ്ക്ക് പോയ സമയത്ത് മഹിയെ അപായപ്പെടുത്താനുള്ള മേഘൻ്റെ പദ്ധതി മഞ്ജു തക്ക സമയത്ത് സാഗറിനെ അറിയിക്കുകയും അങ്ങനെ സാഗർ വഴി മാർക്കോ മേഘൻ്റെ ചതി മനസ്സിലാക്കി മഹിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മഞ്ജുവാണ് മഹിയെ രക്ഷിച്ചത് എന്നുള്ള കാര്യമൊന്നും മേഘൻ അറിയുന്നില്ല. വിവരമറിയുന്ന കണ്ണനാണെങ്കിൽ വാമനെയും ജോലിയിൽ നിന്നും പുറത്താക്കി അവർക്ക് തക്ക തിരിച്ചടി തന്നെ കൊടുക്കുന്നുണ്ട്. മേഘൻ്റെ കുടുംബത്തിന് ഇപ്പോഴുള്ള ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് വാമൻ്റെ കമ്പനിയിൽ ജോലിയാണല്ലോ. അതില്ലാതായതോടെ അവർ ശരിക്കും ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. മേഘനാണെങ്കിൽ ജോലി ഉള്ള സമയത്ത് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തൂർത്തടിച്ചും കണ്ണിൽ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ കൊടുത്തും ആ സേവിങ്സ് എല്ലാം തീരുകയാണ്, സമ്പാദ്യം എല്ലാം തീരുന്നു. തുടർന്ന് ഇനി എന്തായാലും കണ്ണൻ്റെ കമ്പനിയിലോ ജുവലറിയിലോ തിരിച്ച് ജോലിക്ക് കയറാനായിട്ട് എനിക്കും അച്ഛനും കഴിയില്ല. നീ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ബിസിനസ് എന്തെങ്കിലും തുടങ്ങാമെന്നാണ് കരുതുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് വർക്ക്ഷോപ്പ് ഇടാം. പക്ഷേ ആദ്യമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണത്തിൻ്റെ കുറവുണ്ട്. എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തികയില്ല. നിൻ്റെ സ്വർണ്ണമൊക്കെ ബാങ്ക് ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, അത് നീ എനിക്ക് തരണം. ബിസിനസ്സൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ അതെല്ലാം എടുത്തു തരാമെന്ന് മേഘൻ പറയുമ്പോൾ എൻ്റെ സ്വർണത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്നും അമ്മയ്ക്കും സ്വാതിക്കും ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ടല്ലോ, അതെല്ലാം പണയം വയ്ക്കാൻ നോക്ക്. പിന്നെ എൻ്റെ സ്വർണ്ണമൊക്കെ കരുണേട്ടത്തി തന്നതാണ്. നമ്മൾ ആ സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ചു എന്ന് കരുണേട്ടത്തി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അതിന് നിൻ്റെ സ്വർണ്ണമൊന്നും വിൽക്കുന്നില്ലല്ലോ, പണയം വയ്ക്കാനല്ലേ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ മഞ്ജുവിനെ കൊണ്ട് മേഘൻ സമ്മതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് മേഘേട്ടൻ ബിസിനസ് എല്ലാം നന്നായിട്ട് നോക്കി നടത്തുമോ, ഒടുവിൽ എൻ്റെ സ്വർണവും എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത മഞ്ജുവിനെ അലട്ടുന്നുണ്ട്. പിന്നീട് അങ്ങനെ മേഘൻ സ്വർണം പണയം വയ്ക്കാനായിട്ട് കമലേശ്വരം ഫിനാൻസിൽ തന്നെയാണ് കേട്ടോ ചെല്ലുന്നത്. തുടർന്ന് അവർ ഗോൾഡ് എടുക്കാമെന്നും അതിനുള്ള നിശ്ചിത തുക തരാമെന്നും ആ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള തുക തരാമെന്നും അതിന് മുൻപായിട്ട് സ്വർണം ഉരച്ചു നോക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ ആഭരണങ്ങൾ ഓരോന്നായിട്ട് ഉരച്ചു നോക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ആഭരണങ്ങളെല്ലാം ഉക്കുമണ്ടമാണെന്ന് തെളിയുകയും മുക്കുമണ്ടമാണെന്ന് അവർ പറയുന്നതോടുകൂടി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ മേഘൻ. മേഘൻ സാറ് ഞങ്ങളുടെ മുതലാളി കണ്ണൻ സാറിൻ്റെ അളിയനല്ലേ, സാറിന് ഇത്രയധികം മുക്കുമണ്ടം എവിടെ നിന്നാണ് കിട്ടിയത്, അതോ സാറിനെ ആരെങ്കിലും പറ്റിച്ചോ എന്നെല്ലാമുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നാണം കെട്ട് പോകുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് കണ്ണൻ സാറിൻ്റെ അളിയനായതുകൊണ്ട് ഞങ്ങളിത് തൽക്കാലം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും അവർ പറയുന്നു. ശേഷം അതിൻ്റെ അക്കാലി മുഴുവൻ മഞ്ജുവിൻ്റെ നേരെയാണ് കേട്ടോ മേഘൻ തീർക്കുന്നത്. എടി മഞ്ജു, മുക്കുവണ്ടം തന്ന് ഞങ്ങളെ പറ്റിക്കുക എന്ന് കരുതിയോ? 150 പവൻ നിൻ്റെ കരുണേട്ടത്തിന് എനിക്ക് സമ്മാനം തന്നു എന്ന് പറഞ്ഞല്ലോ, എന്നാ കേട്ടോ, അതൊക്കെ മുക്കുവണ്ടമാണെന്ന് മേഘൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. കരുണേട്ടത്തി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മഞ്ജു പറയുമ്പോൾ ഇന്ന് ബാങ്കിൽ ആ സ്വർണം മുഴുവൻ പണയം വയ്ക്കാനായിട്ട് ഞാൻ കൊണ്ടുചെന്നു. അപ്പോഴാണ് നിൻ്റെയും നിൻ്റെ കുടുംബക്കാരുടെയും ചതി ഞാൻ തിരിച്ചറിഞ്ഞത്. വിവരം അവർ പോലീസിൽ അറിയിക്കാതിരുന്നത് എൻ്റെ ഭാഗ്യമെന്നും മേഘം പറയുമ്പോൾ സീമന്തിരിയും ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ മഞ്ജുവിൻ്റെ നേരെ. ഈ കല്യാണം കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇതുമായി ഇവനൊരു ബിസിനസ് തുടങ്ങി പച്ച പിടിച്ചു കാണുമെന്ന് കരുതി സമാധാനമായിട്ട് ഇരുന്നതാ. ഇനി എൻ്റെ മോൾക്ക് ഒരു കല്യാണം അതെങ്ങനെ നടത്തും? മേഘ, നീ ഇവളെ എത്രയും പെട്ടെന്ന് ഇവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ മേഘനോടായിട്ടാ. തുടർന്ന് വാമനോൻ്റെ നേരെയും പൊട്ടിത്തെറിച്ചുകൊണ്ട് സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങളോട് എനിക്ക് ചിലത് പറയാനെന്ന് പറയുമ്പോൾ സീമന്തിനി അവൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെയൊന്നും ചെയ്തത് എന്ന് വാമൻ പറയുമ്പോൾ നിങ്ങളിങ്ങനെയും പറയും, ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞുകൊണ്ട് കലി തുള്ളുകയാണ് കേട്ടോ സീമന്തിനി. പിന്നീട് പ്രതാപനും മേഘനും ഇതിൻ്റെ പേരിൽ പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. അവർ പരസ്പരം കൊമ്പു കോർക്കുന്നു. അങ്കിളിൻ്റെ മോൾ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് കരുതിയില്ല. ഇതിനാണോ നിങ്ങൾ മുൻകൈ എടുത്ത് എൻ്റെയും മഞ്ജുവിൻ്റെയും കല്യാണം നടത്തി തന്നത്? ഇപ്പോൾ കമലേശ്വരത്തെ സ്വത്തുമില്ല, മഞ്ജുവിന് അത്യാവശ്യം കിട്ടിയിരുന്ന ആഭരണങ്ങളും ഇല്ല. ഇതൊക്കെ മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹമേ വേണ്ടെന്ന് വെച്ചേനെ എന്നെല്ലാം മേഘം പറയുമ്പോൾ മേഘ, നീ ആരെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ കരുണമോള് അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നെ ഇങ്ങനെ ബാങ്ക് ലോക്കറിലിരുന്ന സ്വർണം മുഴുവൻ മുക്കുകൊണ്ട് പോയത് വല്ല മാജിക് ആണോ എന്നും ചോദിക്കുകയാണ് മേഘൻ. ഇതേ സമയം
ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കില്ല എന്നും ഒരു സന്ധി സംഭാഷണവും വേണ്ട എന്നും മേഘൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപൻ, നീ ഒന്ന് അടങ്ങ് മേഘ, എന്താണ് ഉണ്ടായതെന്ന് കരുണമോളോട് തന്നെ ചോദിക്കുക എന്ന് പറയുമ്പോൾ, എങ്കിലും നിൻ്റെ മോള് ഇങ്ങനെയൊരു ചതി എൻ്റെ മോനോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പ്രതാപ എന്ന് വാമൻ പറയുമ്പോൾ, വാമേട്ട അതെന്ന് പറയാൻ തുടങ്ങുന്ന പ്രതാപനോട്, മഹാലക്ഷ്മിയെയും കണ്ണൻ്റെയും മുൻപിൽ ആളാവാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ മകള് മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തി തന്നത്. അതിനുവേണ്ടി എൻ്റെ മോനെ ഇങ്ങനെ കുരുതി കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ തെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അവരുടെ ആ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നുണ്ട്. ശേഷം മേഘൻ മഞ്ജുവിനെ കമലേശ്വരത്ത് തന്നെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് ചെല്ലുകയാണ്. അവരെ രണ്ടുപേരും കൂടി കാണുന്നതും, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ, മുന്നറിയിപ്പ് ഉണ്ടായിട്ടാണോ അപ്പച്ചി ഓരോന്ന് സംഭവിക്കുന്നത് എന്ന് മേഘൻ ചോദിക്കുന്നത് കേട്ട് മിഴിച്ചു നിന്ന് പോവാണ് കേട്ടോ ദുർഗ. തുടർന്ന് കരുണ മഞ്ജുവിനെ കല്യാണത്തിന് കൊടുത്തതെല്ലാം മുക്കമുണ്ടവാണെന്നും ഈ കുടുംബത്തിൽ നിന്നും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല എന്നെല്ലാം മേഘം പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗയും. തുടർന്ന് കരുണയെ അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കരുണ ഇങ്ങനെ പേടിച്ച് വിറച്ചാണ് കേട്ടോ വരുന്നത്. കരുണയെടുത്തി ആൾ കൊള്ളാലോ, എത്ര വിദഗ്ധമായിട്ടാണ് ഞങ്ങളെ പറ്റിച്ചത്. പാവം നിങ്ങളുടെ ചേച്ചി, അവരുടെ മനസ്സ് തനി തങ്കാണ്. നിങ്ങളെപ്പോലെ ക്രൂരമായിട്ടുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റൂ എന്നെല്ലാം മഞ്ജുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിന്ന് വിറയ്ക്കാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പണി പാളിയല്ലോ ദൈവമേ, അന്ന് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മുക്കുവണ്ടമൊക്കെ കൊടുത്ത് മഞ്ജുവിൻ്റെ കല്യാണം നടത്തിയത്. ഇവരിത് കണ്ടുപിടിക്കുമെന്നൊന്നും ഒരിക്കലും കരുതിയില്ല എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് ദുർഗയും കരുണയുടെ നേരെ ശരിക്കും പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താടി ഒന്നും മിണ്ടാതെ, നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? എൻ്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി? 100-150 പവൻ പോലും. നീ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇനി എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ മുഖത്ത് ആഞ്ഞടിച്ച് അവിടെ നിന്നും കരുണയെ ആട്ടിയിറക്കി വിടുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്